കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അൽബേക്ക് സ്റ്റൈലിൽ ഒരു അടിപൊളി ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു 2-3 മാസം വരെയൊക്കെ കേടാവാതെ സൂക്ഷിക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ എടുത്ത് ഫ്രൈ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ സിപ്പ് ലോക്ക് ബാഗിലോ ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ നഗറ്റ്സ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നേരിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത ബ്രസ്റ്റ് പീസാണ്. ബ്രസ്റ്റ് പീസിന് പകരം തൈ പീസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. ബോൺലെസ് പീസ് എടുക്കുക. ഇനി ഈ ഒരു നഗറ്റ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു മീറ്റ് ടെൻഡറൈസർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ടെൻഡറൈസ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് കഴിക്കാൻ ഭയങ്കര ഹാർഡായിരിക്കും. അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. ഈ ഒരു ഇതുപോലത്തെ ടെൻഡറൈസർ ഇല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന ഒരു റോളർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ഇടിക്കുന്ന ഒരു സാധനം വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ട് ചെയ്യാം. നല്ലതുപോലെ ചെയ്ത് ഇതിങ്ങനെ മുറിഞ്ഞു വരുന്ന പാകത്തിലാക്കി എടുക്കണം. അത്രയും സമയം ഇത് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ടെൻഡറൈസർ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയോ ചെയ്യണം. പക്ഷേ സാധാരണ അൽബേക്ക് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ചിക്കൻ നഗറ്റ്സ് ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് മുഴുവനും ഇതേപോലെ ടെൻഡറൈസ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ ഇതിലേക്ക് ചേർക്കാം. ഇതില്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡറിന് പകരം കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ചേർത്താലും മതി. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ 1/4 കപ്പ് ഹോട്ട് സോസാണ് ചേർക്കുന്നത്. ഹോട്ട് സോസ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റേതാണ് ഇതിനൊരു നല്ല സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഹോട്ട് സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ സിർക്ക, അതായത് വിനാഗിരി ചേർത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈം ജ്യൂസും ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പരന്ന ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പാകത്തിലുള്ളൊരു എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. ഗ്ലാസ്സോ ഇതുപോലെ സ്റ്റീൽ എന്തായാലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ റൗണ്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ചിക്കൻ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ അങ്ങ് നിരത്തി കൊടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇടയിലൊന്നും ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ലതുപോലെ പ്രസ് ചെയ്ത് ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് മുകൾ ഭാഗം പറ്റുന്നത്രയും ഒരേപോലെ നിരപ്പാക്കി കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട്, ഞാൻ താഴെയും ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പുറത്തേക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതുപോലെ മുകളിലൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഒരു 8 മണിക്കൂർ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഫ്രീസാക്കി എടുക്കണം. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ കട്ടയായി വന്നിട്ടുണ്ട്, നല്ല ഐസായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിത് പുറത്തെടുത്ത് അതിൻ്റെ ക്ലിംഗ് റാപ്പൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. ഒരു 8 മണിക്കൂറൊക്കെ വെച്ചാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഒരുപാട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ നിന്നും എടുത്ത ഉടനെ തന്നെ കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. എത്രയാണോ വലുപ്പം വേണ്ടത്, നീളത്തിൽ വേണോ ഇനി സ്ക്വയറായിട്ട് വേണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ചൊരു റെക്റ്റാങ്കിളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിതൊരു അരമണിക്കൂർ പുറത്ത് വെക്കട്ടെ, റൂം ടെമ്പറേച്ചറിൽ. അപ്പോഴേക്കും കുറച്ചൊന്ന് സോഫ്റ്റായി മാറും. അതല്ല, പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് കോൺഫ്ലോർ, പിന്നെ ഒരു മുട്ട എടുക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കിയ മുഴുവൻ നഗറ്റ്സ് ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ, ഒരു പകുതിയോളം മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള ബാറ്ററാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 2-3 നുള്ളു ഉപ്പ് ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഒരു കളറിന് വേണ്ടിയിട്ട്, നമ്മൾ അൽബേക്ക് സ്റ്റൈലിൽ ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ച് കളർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത് ചേർക്കണ്ട കേട്ടോ. ഞാൻ ആ ഒരു
ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തതാണ്. അപ്പോൾ ഇതാ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഒരു അരമണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴേക്കും തന്നെ കുറച്ചൊന്ന് സോഫ്റ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ മുഴുവനും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എണ്ണയുടെ ചൂട് വല്ലാണ്ട് കൂടുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ബ്രെഡ് ക്രംസൊക്കെ കരിഞ്ഞ് പിടിച്ച് ഇതിൻ്റെ ഉൾഭാഗം വേവാതെയായി പോവും. ചെറിയ തീയിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഫസ്റ്റ് ഇടുമ്പോഴും എണ്ണ വല്ലാതെ ചൂടാവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മളിതിൽ റോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഫ്രൈ ആയിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് കുറച്ച് സമയമെടുത്തിട്ട് ചിക്കനൊക്കെ നല്ലതുപോലെ കുക്കായിട്ട് വരുന്ന അത്രയും വരെ സമയമെടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. ഞാനിതിങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നഗറ്റ്സ് നല്ല ഗോൾഡൻ കളറിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ നഗറ്റ്സ് മുഴുവനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാനായിട്ട്. ആ ഒരു ഹോട്ട് സോസിൻ്റെ ടേസ്റ്റും പിന്നെ നമ്മൾ ചിക്കൻ നല്ലതുപോലെ ടെൻഡറൈസ് ചെയ്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കനൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്